അതായത് ഈ എറണാകുളം കാലടിയിലെ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷമാവുകയാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും ഒരു ഗൃഹനാഥൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അയ്യമ്പുഴ പഞ്ചായത്തിൽ താമസിക്കുന്ന ആൻഡുവാണ് കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അതിലേക്ക്. സഹിന ആൻസിന്റെ വിവരങ്ങൾ കൊണ്ടുണ്ട്. സഹിനെ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇതിൽ വനം വകുപ്പ് ഇടപെട്ടിട്ടുണ്ടോ? ആന ഇറങ്ങുന്ന ഒരു മേഖല കൂടിയാണിതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഈ അയ്യമ്പുഴ ഭാഗമെന്ന് പറയുന്നത് കാട്ടാനയുടെ ശല്യം രൂക്ഷമായുള്ള ഒരു പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ചും നാട്ട് ഇടവഴികളിലൊക്കെ കാട്ടാന ഇറങ്ങി ശല്യം ഉണ്ടാകുന്നത് അവിടെ പതിവായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും നാളുകളായി നാട്ടുകാർ നിരന്തരമായ പ്രതിഷേധം നടത്തിയതിനെ തുടർന്ന് വനംവകുപ്പിൻ്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും കാട്ടാന ശല്യം ഇവിടെ രൂക്ഷമായിരിക്കുകയാണ്. നമ്മളേക്ക് കാണുന്ന പോലെ ആൻഡു എന്ന് പറയുന്ന ഒരു പരിസരവാസിയുടെ വീട്ടിലാണ് ഈ കാട്ടാന കഴിഞ്ഞ ദിവസം എത്തിയത്. ആ കാണുന്നത് പോലെ തന്നെ അദ്ദേഹം കാട്ടാനയെ ഓടിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ കാട്ടാന തിരിച്ച് അദ്ദേഹത്തെ ആക്രമിക്കാനാണ് വന്നത്. അദ്ദേഹം ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതും ചെയ്തു. എന്തായാലും നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ചും ഈ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അത് സ്വാഭാവികമായും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭീതിയിൽ കഴിയേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കേ.